എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു പെക്കഹോളിക്സ്. സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ജോബു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് യമഹയുടെ ഒരു കഫേ റേസർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ക്രൂയിസർ മോട്ടോർ സൈക്കിളായ യമഹ ബോൾട്ട് സി സ്പെക്ക് ആണ്. ഓക്കെ, അത്യാവശ്യം മോഡിഫൈഡ് ആയിട്ട് വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ കാഴ്ചകളും വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 942cc എയർ കൂൾഡ് V-twin എഞ്ചിനാണ് ഇതിൽ വരുന്നത്. എനിവേസ് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം മോഡിഫൈഡ് ആണ്. നമുക്ക് ഇതിന് ഓണറോട് തന്നെ ചോദിക്കാം വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ലെറ്റ്സ് വെൽക്കം പ്രവീൺ ചേട്ടൻ. പ്രവീൺ ചേട്ടാ, വെൽക്കം ബാക്ക്. അപ്പം പ്രവീൺ ചേട്ടൻ്റെ സെക്കൻഡ് ബൈക്കാണ് അല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പ്രവീൺ ചേട്ടൻ വന്നിരുന്നു നമ്മുടെ ഹോണ്ട വാൽക്കറി. അപ്പം പ്രവീൺ ചേട്ടാ, ഫസ്റ്റ് എന്തുകൊണ്ട് യമഹ ബോൾട്ട് ഇത് വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കിതിനു മുമ്പ് ഒരു 300cc ഹോണ്ടയുടെ ബൈക്ക് ഇത് നമ്മുടെ റെബൽ ഉണ്ടായി. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ബൈക്ക്. അപ്പോൾ അത് നമ്മൾ ഗ്രൂപ്പ് റൈഡ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് ആ പവർ പോരാ, പവർ വെച്ചാൽ എല്ലാവരും അപ്പം പോകുമ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടൊരു ബൈക്കാണിത്. അപ്പോൾ ഇതൊരു അത്യാവശ്യം പവറുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ബൈക്ക് അതോ വാൽക്കറിയാണോ ഫസ്റ്റ് ബൈക്ക്? അല്ല, മീൻസ് ലൈക്ക് ചോയ്സിൽ രണ്ട് പർപ്പസ് ആണ് ശരിക്കും. ഇത് സിറ്റി റൈഡും ഷോർട്ട് ഡ്രൈവുകളും അങ്ങനെയൊക്കെ പോകാനും വളരെ എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാവുന്ന ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ്. അത് ലോങ് റൈഡുകൾ പ്രിഫർ ചെയ്യണം, അതാണ് കൂടുതൽ. പിന്നെ അതുപോലെ നമുക്ക് വെതർ തണുപ്പുള്ള സമയത്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ റൈഡ് എൻഡിൻ്റെ സീസണിലൊക്കെ നല്ലതാണ്. ഇത് നല്ല ഹോട്ട് വെതറിൽ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലൊരു ബൈക്കാണ്. ഇപ്പോൾ എത്ര വർഷമായി വണ്ടി യൂസ് ചെയ്തിട്ട്? ഇതൊരു 4 വർഷമായി ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട്, എന്താണ് എക്സ്പീരിയൻസ്? എവിടെയാണ് ലോങ് പോയേക്കുന്നത്? അതുപോലെ ബൈക്കുള്ള എക്സ്പീരിയൻസുകളെന്ന് പറയാം. ലോങ് നമ്മളിപ്പോൾ ടവർ മുറി അങ്ങനെ ലോങ് പോയിട്ടുണ്ട്, ലോങ് ട്രിപ്പുകൾ പോയിട്ടുണ്ട്. ഡെയിലി ഒരു 600 കിലോമീറ്റർ വൺ ഡേ പോയിട്ടില്ല, വൺ ഡേ ട്രിപ്പിൽ ആണ് പോയേക്കുന്നത്. പിന്നെ ഇത് നമുക്ക് വലിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ മറ്റുള്ള ബൈക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹോണ്ടയായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ അതിന് വൈബ്രേഷൻ കൂടുതലാണ്. എന്നാൽ ഹാർലി പോലെയുള്ള ബൈക്ക് വെച്ചുമ്പോൾ അത്ര വൈബ്രേഷൻ ഇല്ലാതാണ്. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നത് ഹാർലിയുടെ 883 ആ ഒരു സെഗ്മെന്റിലോട്ടൊക്കെയാണ് ഇത് ഇറങ്ങിയ സമയത്ത് കോമ്പറ്റീറ്റർ ഇറങ്ങിയിരുന്നത് അല്ലേ? ആ യമഹയ്ക്ക് വേറൊരു കാറ്റഗറി ഇല്ലായിരുന്നു. എനിക്ക് മെയിൻലി ഹാർലി ആയിരുന്നു ആ ഒരു സെഗ്മെന്റ് ഫുള്ളി കവറപ്പ്, അല്ലെങ്കിൽ അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ അവർക്കൊരു കോമ്പറ്റീറ്ററായിട്ടാണ് എനിക്ക് തോന്നുന്നു യമഹ ആ സമയത്ത് ബോൾട്ട് ആ ഒരു ലുക്ക് ആണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് 883യുടെ ഒരു ലുക്കുണ്ട്. ഓക്കെ, നമുക്ക് ഇനി വണ്ടിയുടെ ഫ്രണ്ട് അത്യാവശ്യം മോഡിഫൈഡ് ആണ്. സ്റ്റോക്ക് അല്ല, നമ്മളൊന്നല്ല. ബോൾട്ട് സി സ്പെക്ക് വരുന്ന ഇങ്ങനെ ഒരു പ്രകൃതിയല്ല. എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? നമുക്ക് മെയിൻലി നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് മറ്റേ ഹോണ്ടയുടെ വണ്ടിയില്ലായിരുന്നു, ഓൾക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ, ശരിക്കും കഫേ റേസർ മോഡൽ വരുന്ന ക്ലിപ്പ് ഓൺ ആണ്. ഇവിടെ നിന്ന് വന്നിട്ട് താഴേക്ക് വരുന്ന ക്ലിപ്പ് ഓൺ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലീനിങ് പൊസിഷനിൽ നിന്നിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിന് പെയിൻ ഉണ്ടാവും കുറച്ച് അധികം ദൂരം പോയി കഴിയുമ്പോൾ. അപ്പോൾ അന്ന് സെക്കൻഡ് ഒരു ചോയ്സ് എന്നുള്ള ബൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഹാൻഡിൽ ഭാരം മാറ്റി. അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തതാണ് എൻ്റെ ഹെഡ്ലൈറ്റ് മാറ്റി LED ലൈറ്റ് ആക്കി. അതുപോലെ അല്ല, ഇൻഡിക്കേറ്റർ ഇതൊക്കെ സാധാരണ ബൈക്കിൻ്റെ പോലെ അത് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ടൈപ്പിലാക്കി. ഇല്ല, ഇതിന്റെ ഇൻസൈഡിലുണ്ട്, ഈ ഹെഡ്ലൈറ്റിനുള്ളിലും ഇന്റഗ്രേറ്റഡ് ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ഇതിന്റെ മെയിൻ ഒരു ഡ്രോബാക്ക് വെച്ചാൽ ഡെത്ത് ബബിൾ കണക്ക് ഭയങ്കര വൈബ്രേഷൻ, ഇതിനൊരു കംപ്ലൈന്റ് കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ബോൾട്ടിനുള്ളത്. പുറത്തിനകത്തൊക്കെ അവർ സജസ്റ്റ് ചെയ്യണം ഒന്ന് ടയർ ചേഞ്ച് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ തന്നെ പിന്നെ സെക്കൻഡ് ഓപ്ഷനാണ് എൻ്റെ ഹെഡ് ബെയറിംഗ് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ ഹെഡ് ബെയറിംഗ് മാറ്റി. അങ്ങനെയാണ് അതിൻ്റെ ആ ഇഷ്യൂ ശരിക്കും ഫിക്സ് ചെയ്തത്. വൺ ഓഫ് ദ ഡ്രോബാക്കാണ് ഈ ബൈക്കിൻ്റെ വരുന്നത്. 2 ഡ്രോബാക്ക് എന്ന് വെച്ചാൽ മെയിൻ ഡ്രോബാക്കിൽ ഒന്ന് അതാണ്. പിന്നെ അതുപോലെ ഫുഡ് പെഗ് നമ്മൾ ഏതെങ്കിലും സ്റ്റോപ്പ് സൈഡിൻ്റെ അവിടെ കൊണ്ട് നിർത്തുമ്പോൾ കറക്റ്റ് നമ്മൾ കാല് വയ്ക്കുന്ന അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ വെച്ചാൽ നമ്മൾ യൂസ്ഡ് അല്ലെങ്കിൽ പെട്ടെന്ന് അത് നമ്മൾ മറിയാനുള്ള ഒരു ചാൻസ് കൂടുതലുണ്ട്. ഇല്ല, അത് നമ്മൾ വൺസ് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇനീഷ്യലി ഒരു പുതിയതായിട്ട് ഒരാൾക്ക് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അത്. അതിൽ പ്രത്യേകിച്ച് ചിലർ ഫ്രണ്ടിലോട്ടും ഫോർവേഡ് ചെയ്യാറുണ്ട്. ഞാനത് ചെയ്തില്ല, അത് യൂസ്ഡ് ഞാൻ ഓക്കെയാണ്. അപ്പോൾ അതിനകത്ത് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തില്ല. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ മോഡിഫൈഡ് ചില എക്സോസ്റ്റ് ഇത് കോബ്രയുടെ
എക്സോസ്റ്റാണ് വെച്ചേക്കണത്. അതുപോലെ അവർ ഈസി ഫ്ലാഷ് ചെയ്ത് ട്യൂൺ ചെയ്ത് ബൈക്കാണ്. അപ്പോൾ പവർ കൂട്ടി സൗണ്ടൊക്കെ അതുകൊണ്ടാണ് അങ്ങനെ വ്യത്യാസമായിട്ടിരിക്കുന്നത്. കുറച്ച് ലൗഡാണ് ശരിക്കും, നല്ല ലൗഡാണ്. ഞാൻ വന്നപ്പോഴും നല്ല രസമുണ്ട് എക്സോസ്റ്റിനോട്ട് കേൾക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇത് നമ്മൾ എത്ര HP ആണ് വരുന്നത്? 50 സംതിങ് 50 ഇതിൽ എഴുതിയിട്ടുണ്ട്. 58 നെയ്യണം, ക്യൂബിക് ഇഞ്ച് നെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഈ കഫറൈസറിൻ്റെ മുകളിലായതുകൊണ്ടാണ് അവരങ്ങനെ ആ സ്റ്റൈൽ തന്നെ വെച്ചേക്കണം. ഇതൊന്നും ഇതില്ലാത്തതാണ് ശരിക്കും, നമുക്ക് പിനിയൻ ടയറിനുള്ള ആഡ് ഓൺ ചെയ്തേക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലാണ് വരുന്നത്. എൻ്റെ ജോബുവിൻ്റെ ടയർ പറയുകയാണെങ്കിൽ മിഷലിൻ്റെ ഇത് കണ്ടോ, 19 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. അതുപോലെ അലോയ് വീൽസ് ആണ് വരുന്നത്. പിന്നെ ഡിസ്ക് കണ്ടോ, ഡിസ്ക് ആണെങ്കിലും കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ABS ഉണ്ട്. ABS ഇല്ല, പക്ഷെ നല്ല ബ്രേക്കാണ്. നല്ല എനിക്കിതിന് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നത് ഇതിന്റെ കളറാണ്. കളറിന്റെ പ്രത്യേകത വെച്ചാൽ ഞാനത് നോക്കിയതിനകത്ത് ഇത് ആ സമയത്ത് ബോൾട്ട് ഇറക്കിയപ്പം ഓരോ വർഷം ഓരോ കളറാണ്. 2016 പർട്ടിക്കുലർലി ഈ കളർ വരുന്നത്. 2015 നോക്കുകയാണെങ്കിൽ ഗ്രീൻ കളർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഇയറിലും 2018 ആണ് അതിനുശേഷം എല്ലാം ബ്ലാക്ക് ആണ് ഇറക്കിയത്. പിന്നെ C സ്പെക്ക് അവർ ഇറക്കിയിട്ടില്ല, R സ്പെക്ക് മാത്രമേ ഉള്ളൂ ശരിക്കും. അപ്പം ബോൾട്ടിന് വരുന്നത് C സ്പെക്കും R സ്പെക്കും ആണുള്ളത്. R സ്പെക്കിന്റെ ഹാൻഡിൽ ഇതുപോലെ, ഇത് R സ്പെക്കിന്റെ ഹാൻഡിലാണ്, നമ്മൾ ഹാൻഡിൽ ബാറാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത്. C സ്പെക്കാണ് ശരിക്കും നമ്മുടെ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ നോക്കി കഴിഞ്ഞാൽ ജോബ് പറഞ്ഞ നമുക്ക് 942 കപ്പാസിറ്റി ഉള്ളതാണ്. വീറ്റിനാണ്, എയർ കൂൾഡ് ആണ്, ലിക്വിഡ് കൂൾഡ് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു വെച്ചാൽ നമ്മൾക്കിപ്പം നല്ല ഹോട്ട് വെതറിലൊക്കെ കൊണ്ടുവന്നിട്ട് സിഗ്നലിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആ ഹോട്ട് നന്നായിട്ട് ഫീൽ ചെയ്യും ശരിക്കും. അങ്ങനെ ചെറിയ നമ്മൾ നന്നായിട്ട് ചൂടാകും. ചിലരൊക്കെ അത് കംപ്ലൈൻറ്റ് പറയാറുണ്ട്. നമ്മൾ അധികം നേരം സ്റ്റോപ്പ് സ്റ്റാൻഡിൽ ഒക്കെ നിർത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാനൊക്കും നല്ല ഹോട്ട് വെതറിൽ. ടാങ്ക് കപ്പാസിറ്റി എത്ര കമ്പാരിറ്റീവ്ലി ചെറിയ സ്ലീക്ക് ആയിട്ടുള്ളൊരു ടാങ്ക്? അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് 12 ലിറ്റർ ആണ് വരുന്നത്. എന്നാലും അത്യാവശ്യം മൈലേജ് ഇതിൻ്റെ കിട്ടുന്നുണ്ട്. പറഞ്ഞ നമുക്ക് ഈസി ഫ്ലാഷ് ചെയ്തുകൊണ്ട് കുറച്ച് മൈലേജ് കുറവാണ് ശരിക്കും. ട്യൂണ്ടാണ് മൈലേജ് വരുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 10-15 കിലോമീറ്റർ മുകളിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. 250 കിലോമീറ്റർ ഞാൻ ടാങ്ക് അടിച്ചിട്ട് പോയിട്ടുള്ളൂ, അതിന് മുകളിൽ പോയിട്ടില്ല. ഈ പറഞ്ഞ കണക്ക് ഇതിനകത്തും വേറെ ഗേജസ് ലൈറ്റ് ഇൻഡിക്കേഷൻ വരും. നമുക്ക് കുറഞ്ഞ എത്ര കിലോമീറ്റർ പോകുന്നുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബൈക്കിൻ്റെ പോലെ അഡ്വാൻസ്ഡ് അങ്ങനെയൊന്നും കാണിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ അത് പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു സീറ്റ് കൗള് വരുന്നുണ്ടല്ലോ. ഇത് ശരിക്കും ബാക്കിലൊരു പിന്നിയൻ സീറ്റ് ഉണ്ട് ശരിക്കും. ഇത് ഇവരുടെ കഫറൈസർ സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു കവർ വെച്ചേക്കണം. ഈ രണ്ട് ജസ്റ്റ് 2 അലൻകി വെച്ചിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ബാക്കിലോട്ട് സീറ്റ് ശരിക്കും. പിന്നെ ഇത് അതിൻ്റെ കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞാണെങ്കിൽ ഇത് വരുന്നതല്ല, നമ്മുടെ ഒരു ചുമ്മാ അഡീഷണൽ ആയിട്ട് വെച്ചു നോക്കും. പില്ലിയൻ സപ്പോർട്ടിന് വേണ്ടി സപ്പോർട്ടിന് ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ വെച്ചാണ്. നമ്മൾ വരുവാണെങ്കിൽ ബാക്കിലെ ടയർ ആണെങ്കിൽ 16 ഇഞ്ചിൻ്റെ ടയറാണ്. അതുപോലെ ഡിസ്ക് ബ്രേക്കാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇത് ആക്ച്വലി അതിൻ്റെ ടെയിൽ ലൈറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല അവർ ടെയിൽ ലൈറ്റ് മാത്രം അവർ LED ലൈറ്റ് വെച്ചിട്ടുണ്ട് അന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. മറ്റേതൊക്കെ നോർമൽ ലൈറ്റുകളാണ്. പിന്നെ ഇതിൻ്റെ ഷോക്കാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പുള്ള ഷോക്കാണ്. ഈസി ആയിട്ട് നല്ല ഷോക്കാണ്, നല്ല നമുക്കൊട്ടും അറിയില്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോക്കാണ്. നമുക്ക് ഇത് ബെൽറ്റ് റിബൺ ആണ്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ബെൽറ്റ് റിബൺ ആണ്. അതുകൊണ്ട് നമുക്ക് മെയിൻ്റനൻസ് ഒക്കെ കുറവാണ് മറ്റുള്ള ബൈക്ക് ചെയിനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ്റനൻസ് കുറവാണ്. പിന്നെ സോഫാർ ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് ഓയിൽ ചേഞ്ച് അല്ലാണ്ട് വേറെ ഒന്നും ഇതിന് സീറോ മെയിൻ്റനൻസ് ആണ് വന്നത് ശരിക്കും. യമഹയുടെയും ഹോണ്ടയുടെയൊക്കെ ഒരു റിലയബിലിറ്റി അങ്ങനെ വലിയ വള്ളികളോ വലിയ കംപ്ലൈൻറ്റുകളൊന്നും. ഇതിൻ്റെ ഡ്രോബാക്ക് ഉണ്ട്, നമ്മൾ ഫിക്സ് ചെയ്തല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഹെഡ് ബെയറിങ് 180 അത് നല്ലൊരു കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഇതാണ് ആണല്ലേ അത് ചെയ്യണതിന്. ചില ഫുള്ള് അയച്ചിറക്കണം, അത് ഫുള്ള് ഫ്രണ്ട് ഇറക്കിയിട്ട് സെറ്റ് ചെയ്യണതാണ്. അതല്ലാണ്ട് വേറെ സീറോ മെയിൻ്റനൻസ് തന്നെ പറയാം. ഓയിൽ ചേഞ്ച് ചെയ്യുക, ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക, അത് നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന. ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ടോ? ഇല്ല. പിന്നെ ഇതിന് 5 ഗിയറേ ഉള്ളൂ, ഈ പറഞ്ഞ 5 സ്പീഡേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് കംഫർട്ടബിൾ ആണ് ശരിക്കും. ഞാനിപ്പം ഹോണ്ടയുടെ പറഞ്ഞ കണക്ക് ഹോണ്ടയുടെ ആണെങ്കിൽ നമുക്ക് 5 ഗിയർ ഉള്ളെങ്കിൽ നമുക്ക് ഒരു ഗിയറോടെ വേണമെന്ന് ഫീൽ ചെയ്യും. ഇതിനങ്ങനെ തോന്നിക്കത്തില്ല. പിന്നെ സ്ലീക്ക് ആയതുകൊണ്ട് റൈഡ് ചെയ്യാൻ ഭയങ്കര ഈ സിറ്റി റൈഡിൽ ഭയങ്കര സുഖമാണ് ശരിക്കും, ഭയങ്കര കംഫർട്ടബിൾ ആണ്. എടുത്തുകൊണ്ട് 260 kg അത്യാവശ്യം ഒതുങ്ങിയ വണ്ടിയാണ്. വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യൂല അതിനകത്ത്. നമുക്ക് കുറച്ച് ലോ റൈഡ് ഇരുന്നുണ്ട്, ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്യാറില്ല. പക്ഷേ നല്ല കംഫർട്ടബിളായിട്ട് നല്ല കൺട്രോളാണ് ശരിക്കും. നമുക്ക് എവിടെ നിർത്തുന്നത് വെച്ചാൽ ഹോണ്ടയാണെങ്കിൽ നമുക്ക് ഇവിടെ നിർത്തുന്നത് വെച്ചാൽ അവിടെ നിർത്താൻ പറ്റും. ഇത് അങ്ങനെയല്ല, കറക്റ്റായിട്ട് നമുക്ക് നിർത്താൻ കംഫർട്ടബിളായിട്ട് നിർത്താനത്.
ഓക്കെ, നമ്മുടെ ഇതിനകത്ത് ക്ലസ്റ്ററിനകത്ത് മെയിൻ വളരെ സിമ്പിളായിട്ടുള്ള ജോബ് ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ നമ്മുടെ കിലോമീറ്റേഴ്സ് കാണിക്കും, അതുപോലെ ട്രിപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം, ടൈമും കാണിക്കും, പിന്നെ നമ്മൾ ന്യൂട്രൽ കാണിക്കും, ഇൻഡിക്കേറ്റർ, അതിൻ്റെ ഫ്യൂവല്, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇതിനകത്ത് മറ്റ് അഡീഷണൽ ആയിട്ട് ചിലരൊക്കെ ഏത് ഗിയർ ലെവൽ കാണിക്കൽ എന്തോ മോഡിഫൈ ചെയ്തിട്ട് ചെയ്യാറുണ്ട്, ഗിയറിൻ്റെ ഏത് ഗിയറാണെന്ന് കാണിക്കാനുള്ളത്, ഗിയർ ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇല്ല. ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ വരുന്നതിനകത്ത് അത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും. ഇപ്പം 2020 ശേഷം കൊണ്ട് വരുന്നതിനകത്തുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ ഞാൻ ചെയ്തേക്കണെന്ന് വെച്ചാൽ ഇതിൻ്റെ മിറർ നമുക്ക് നോക്കുമ്പോൾ നോക്കി കഴിഞ്ഞാൽ റോഡായിട്ട് തോന്നുന്നു വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് മോഡിഫൈ ചെയ്തതനുസരിച്ചിട്ട് സ്മോൾ മിറേഴ്സ് ആണ് വെച്ചിരുന്നത്. പക്ഷേ ഞാനത് മാറ്റി, കാരണം വെച്ചാൽ ഞാൻ പ്രത്യേകിച്ചും ഗ്രൂപ്പ് റൈഡ് അല്ലാണ്ട് സിംഗിൾ റൈഡേ പോകാറില്ല. അപ്പോൾ നമുക്ക് വിസിബിലിറ്റി വലിയൊരു പ്രശ്നമാണ്. നമുക്ക് അപ്പം ലീഡായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിലോട്ടുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ട് പർപ്പസ്ഫുള്ളി അത് മാറ്റി വെച്ചേക്കണതാണ്. ബ്ലെൻഡ് ആവില്ല, എന്നാൽ പോലും നമ്മുടെ സേഫ്റ്റി ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കണതാണ്. പിന്നെ ഞാനിത് ഈ GPS-ൻ്റെ ഇത് മറ്റേ ഹോണ്ടയിലും രണ്ടിനകത്ത് മാറ്റി വയ്ക്കുന്നതാണ്. സെയിം GPS നമുക്ക് എടുത്തിട്ട് ഇതിനകത്തേക്ക് മൗണ്ട് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ നമ്മൾ ഫോണാണെങ്കിൽ ചാർജ് ചെയ്യാനുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇൻഡിക്കേറ്റർ ഉണ്ട്, വേറെ അഡീഷണൽ സ്വിച്ചുകളും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എൻ്റെ ഓണും അതുപോലെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള. പിന്നെ ഹസാർഡ് ഉണ്ട്. ഇത് പിന്നെ ആ കൺട്രോൾ പാനൽ ഇതിനകത്ത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്വിച്ചും ഉണ്ട്. ഇത് സ്റ്റോക്ക് ആയിട്ട് വരുന്ന ഗ്രിപ്പ് അല്ല, അതൊക്കെ എല്ലാം ചേഞ്ച് ചെയ്തതാണ് ശരിക്കും. കുറച്ച് കാര്യങ്ങൾ അന്ന് മോഡിഫൈ ചെയ്ത കൂട്ടത്തിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ക്ലീൻ സൗണ്ടാണ്, ഓക്കെ, ഒന്നും പറയാനില്ല. അപ്പോൾ യമഹ ബോൾട്ട് സി സ്പെക്കിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബൈക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലം നമ്മൾ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വലിയ കാര്യമായ സ്പെക്കുകളോ കാര്യങ്ങളോ ഒന്നും പറയാനില്ലെങ്കിൽ പോലും നല്ലൊരു അടിപൊളി ബൈക്കാണ്. പ്രത്യേകിച്ചായിട്ട് ഒന്നും പറയാൻ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എനിവേസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സീ യു സൂൺ.